ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിനെ തുടർന്ന് ചേലക്കരയിലും വട്ടുള്ളിയിലും KSRTC ബസ്സുകൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി. സംസ്ഥാന സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയെ സ്വാഗതം ചെയ്ത് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ്സുകൾക്ക് ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി. വട്ടുള്ളിയിൽ നടന്ന സ്വീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ഗ്യാരണ്ടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന സ്വപ്ന പദ്ധതി ഇന്ന് 8:30 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവർ ഉദ്ഘാടനം ചെയ്ത് സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിക്കാൻ പോവുകയാണ്. ആ നിമിഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ദിവസേന വട്ടുള്ളിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളും എല്ലാവർക്കും ഇന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എല്ലാവർക്കും സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. UDF ഗവൺമെൻറ്റിന് അതിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. ദിവസേന ചെറിയ തുച്ഛമായ തുകയ്ക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, അവർക്കെല്ലാം വലിയ ഒരു യാത്രാ ചെലവ് ഇനി മുതൽ ഉണ്ടാവില്ല എന്നുള്ളതും കൂടി ഈ പദ്ധതിയിലൂടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ്. വാർഡ് മെമ്പർ രമണി മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ റസീന, ഓമന, മുൻ വാർഡ് മെമ്പർ N പ്രസന്ന, രജിത എന്നിവരും കോൺഗ്രസ് നേതാക്കളായ കുര്യൻ കോച്ചൂരിയിൽ, ശശികുമാർ, രജീഷ് PR, ബാലു പുതുമന, ബാബു കരിമ്പത്ത്, ശരത്, ഫൈസൽ തുടങ്ങിയവരും വട്ടുള്ളിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന സ്വീകരണ ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശിവൻ വീട്ടിക്കുന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ASNR, TA കേശവൻകുട്ടി, പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയ നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചേലക്കരയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. 2 കേന്ദ്രങ്ങളിലും യാത്രക്കാരെയും ജീവനക്കാരെയും മധുരം നൽകിയാണ് പ്രവർത്തകർ വരവേറ്റത്. CCV ന്യൂസ്, ചേലക്കര.